Rizwan, please unmute. Hey, please, all of you have to mute yourself. Whenever I ask you, only have to unmute. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം. മിസ് ചോദിക്കുമ്പോൾ മാത്രമേ അൺമ്യൂട്ട് ചെയ്യാവുള്ളൂ. കാരണം വീട്ടിൽ TV വെച്ചിരിക്കുന്നതിന്റെ സൗണ്ട് വരെ വരുന്നുണ്ട്. ഓക്കെ, റിസ്വാൻ കുട്ടാ എന്താ ചെയ്ത എന്റെ മുത്ത ഹോളിഡേസില്? മേഡിയർ കളിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, പ്ലീസ് മ്യൂട്ട് yourself. And then Abel Matthew. എന്ത് ചെയ്തു മുത്തേ വെക്കേഷനിലൊക്കെ? വീട്ടിൽ പോയി അടിച്ചു പൊളിച്ചു വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് ജോബിൻ ആൻഡ് ജോമൽ. നമ്മുടെ തക്കുടൂസ് രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്തു? അടി കൂടിക്കൊണ്ടിരുന്ന രണ്ടാളൂടെ. ജോബിൻ കുറച്ച് കളിച്ചു, കുറച്ച് അടിപിടി കൂടി അല്ലേ? എൻജോയ് ചെയ്തു എന്തായാലും രണ്ടാളൂടെ. ഗുഡ് മോർണിംഗ് മേഡി. എന്ത് മുത്തേ കേട്ടില്ല? ഓ വെരി ഗുഡ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആദിത്യ അനൂപ്. ഗുഡ് മോർണിംഗ് ഡിയർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ആദിത്യവും കളിച്ചു. നെക്സ്റ്റ് നമ്മുടെ സൽമാൻ നാസർ. സൽമാൻ നാസർ അല്ലേ മോനെ ഗൾഫിലാന്ന് പറഞ്ഞേ? അബുദാബി ഇന്നലെ പറഞ്ഞേ മോൻ അവിടെയാണോ? അപ്പൊ രാവിലെ എണീറ്റു അല്ലേ പാവം ക്ലാസ്സിന് വേണ്ടിട്ട്? ഗുഡ് ബോയ്. അവിടെ നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. മുത്ത എന്നാ പോയി അങ്ങോട്ട്? ഗൾഫിന് പോയിട്ട് ഒത്തിരി നാളായോ? 7 മാസമായി. ഓഹോ, since 7 months you are there. Good. Okay, next Ryan PP. Hi my dear Ryan, please unmute yourself. Okay, ചെടി നട്ടു. എന്തെല്ലാം ചെടി നട്ടു മുത്ത്? ചെടിയിലൊക്കെ പൂ വിരിഞ്ഞോ? ആഹാ, വെരി ഗുഡ്. നെക്സ്റ്റ് ഓക്കെ അമൃത. അമൃത കുട്ടി മക്കളെ, നിങ്ങൾ ആരാ അൺമ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? പ്ലീസ് മ്യൂട്ട് യുവർസെൽഫ്. സൽമാൻ ഒന്ന് മ്യൂട്ട് ചെയ്ത് മുത്തേ. ഓക്കെ, അമൃത കുട്ടി പ്ലീസ് പറ മുത്തേ. ഞാൻ കളിച്ചു, പിന്നെ ഞാൻ മാത്രം പോയി, വായക്കരയ്ക്കും പോയി, പിന്നെ തോട്ട് പോയി. കുളിച്ചു വന്നിട്ടാ? കുളിച്ചു, കുറച്ച് നീന്താൻ പഠിച്ചു. മിടുക്കി. ഇനി മഴക്കാലമൊക്കെ അല്ലേ വരുന്നേ, പ്രളയമൊക്കെ വന്നാലും നീന്തി രക്ഷപ്പെടാൻ പഠിച്ചു അല്ലേ? ഗുഡ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് അലൻ ജോസഫ്. കളിച്ചു പിന്നെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ റിച്ചാർഡ് സിജോ. കൊച്ചു കള്ളനി പെണീറ്റ് വന്നതേ ഉള്ളൂ തോന്നുന്നു, മുഖമൊക്കെ കണ്ടിട്ട് അല്ലേടാ? പാലക്കാട് തട്ടി പോയി, പിന്നെ വീട്ടിൽ നിന്ന് ഫുട്ബോൾ കളിച്ചു. അമ്മ ഉണ്ടായിരുന്നു. അമ്മ വന്നിട്ടുണ്ടോ? ഇപ്പൊ പോയോ? ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ KM. ഫാത്തുക്കുട്ടി, വെർ ഈസ് യുവർ ബേബി ടുഡേ? ബേബിന്റെ ഒപ്പരം കളിച്ചു. ബേബി ക്ലാസ്സിൽ കയറിയാ? ബേബി നടക്കാൻ തുടങ്ങിയ മുത്തേ? ഹായ്. ബേബി നടക്കാൻ തുടങ്ങിയ മോളെ? ഇല്ലേ? അതെയോ? ഓക്കെ വെരി ഗുഡ്. ഷഹബറ ഹായ്. പറഞ്ഞു മുത്തേ. കൊറോണ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുമ്പേ പോയത്. എവിടെ പോയി? എട്ടിക്കുളം ബീച്ചിലും. ടൂറൊക്കെ അടിച്ചു അല്ലേ? ഗുഡ്.
മലപ്പുറം കോഴിക്കോട്. ഓ വലിയ ടൂർ ആയിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ആയുഷ് ബീവി. ആയുഷേ, ആയുഷിനൊക്കെ കണ്ടിട്ട് എത്ര നാളായി ആയുഷൂട്ടാ? ആയുഷ് ആയുഷ് പറഞ്ഞോ മോനെ. അനിയന്റെ ഒപ്പം കളിച്ചു. മോന്റെ അനിയന്റെ പേരെന്താണ് മുത്തേ? ആരവ്. ആരവ്. ആരവിന് 2 years ആയോ? നടക്കാനൊക്കെ തുടങ്ങിയോ? 1 വയസ്സ്. 1 വയസ്സല്ലേ? ഓക്കെ ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ദീക്ഷിത്. ഹായ് ദീക്ഷിത്. പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. കളിച്ചു. ആരെ മോന് കളിക്കാൻ കൂട്ടല്ല മുത്തേ? ദീക്ഷിത്തിന് ആരെ കളിക്കാൻ കൂട്ടല്ല മുത്തേ? അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയൊക്കെ ഉണ്ടോ? കസിൻ ഉണ്ടല്ലേ? ഓക്കെ ഗുഡ് ബൈ ഗുഡ്. നെക്സ്റ്റ് ആരവ്. ആരവ് പി വിനോദ്. മിസ് കണ്ടിട്ടേ ഇല്ല ആരവിനൊന്നും. കളിച്ചു. ആരവേ, ആരവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് മുത്തേ? അമ്മയും അച്ഛനും. ഓക്കെ. അമ്മയും അമ്മമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ ഗുഡ്. നെക്സ്റ്റ് സേറ മരിയ. സേറക്കുട്ടി പറഞ്ഞോ മുത്തേ. മോൾ എന്ത് ചെയ്തു വെക്കേഷനില്? ഞാൻ കണ്ണൂര് വീട്ടിൽ നിന്ന് ഇപ്പൊ പത്തനംതിട്ട വീട്ടിലെത്തിയിട്ട് കണ്ണൂര് വീട്ടിലായിരുന്നു എന്റെ പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു. ഓ അതെയോ? കണ്ണൂര് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ അല്ലേ? ഓക്കെ ഗുഡ്. കുറച്ച് ദിവസമായി. വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് ബിയോണയാണല്ലോ മിസ്സിന് രാവിലെ ചായയൊക്കെ അവിടെ കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടു. കുടിച്ചു തീർത്തോ മിസ്സിന് തരാതെ? ഞാൻ വിചാരിച്ചു മിസ്സിന് വേണ്ടിട്ട് കൊണ്ട് വെച്ചതന്ന് ചായയൊക്കെ. പറ്റിച്ചു അല്ലേ? ഓക്കെ മോളെ അൺമ്യൂട്ട്. ബിയോണക്കുട്ടി അൺമ്യൂട്ട് ചെയ്തേ. വാട്ട് ഡിഡ് യു ഡു ഡ്യൂറിംഗ് ദ വെക്കേഷൻ? ഇതാരും പറഞ്ഞില്ലായിരുന്നല്ലോ മൊബൈലിൽ കളിച്ചു. എല്ലാരും അല്ലാതെ കളിച്ച കാര്യം പറഞ്ഞുള്ളൂ. ബിയോണക്കുട്ടി മൊബൈലിലാണ് കളിച്ചേ. മൊബൈലിൽ കളിക്കൊന്നും വേണ്ട ഒത്തിരി. കണ്ണൊക്കെ പോകും കേട്ടോ മുത്തേ. മൊബൈലിൽ കളിച്ചാ കണ്ണൊക്കെ കംപ്ലൈന്റ് ആകുവേ. അതെയോ? ഓക്കെ. ജിയ റോസ്. നെക്സ്റ്റ് ജിയ റോസ് പ്ലീസ് അൺമ്യൂട്ട്. കളിച്ചു. അമ്മ വീട്ടിലൊക്കെ പോയി. അമ്മ വീട് എവിടെയാ മുത്തേ? പരപ്പ. ഓക്കെ. നെക്സ്റ്റ് വെരി ഗുഡ്. നെക്സ്റ്റ് ഹാദി ഹൈദർ. ഹാദി കുട്ടി ക്ലാസ് പഠിച്ചു. അതാരാ പറയുന്ന ആളാരാണ്? കേട്ടില്ലല്ലോ. മനസ്സിലായില്ല ആരാ പറഞ്ഞെന്ന്. അത് ഉസ്താദാണ്. ഓക്കെ ഉസ്താദ്. ഓക്കെ. പ്ലീസ് മ്യൂട്ട് ചെയ്യാൻ. ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്ത് വെക്കേ. നമുക്ക് വേറെ സൗണ്ട് വരുന്നോണ്ടാണ് മുത്തേ. ഹാദി ഹൈദർ പ്ലീസ്. പറ മുത്തേ. ഓക്കെ TV കണ്ടു കളിച്ചു. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് നീലാഞ്ജന. come on. yes പറഞ്ഞോ. ഓക്കെ പറഞ്ഞോ. കളിച്ചു. സൈക്കിളാണ്. സൈക്കിളൊക്കെ വാങ്ങി. സൈക്ലിംഗ് പഠിച്ചു. അപ്പൊ ഇനി സ്കൂൾ ബസ് ഒന്നും വേണ്ട. സ്കൂളിൽ സൈക്കിള് വരാൻ പറ്റൂ അല്ലേ? ഓക്കെ ഗുഡ് ഗേൾ. ശരി. നെക്സ്റ്റ് മുഹമ്മദ് ആബീസ്. മുത്തേ അൺമ്യൂട്ട് ആൻഡ് സേ. മോനെ. സൈക്കിള്.
ആ സൈക്കിളും രണ്ടുപേർക്ക് സൈക്കിൾ വാങ്ങിച്ചു അപ്പൊ അല്ലേ? ആ സൈക്കിൾ വാങ്ങിച്ച ഓടിക്കാനൊക്കെ പഠിച്ചില്ലേ? ആ വെരി ഗുഡ്. ആ ചെറിയ മക്കൾക്ക് ചെറിയ സൈക്കിൾ മതി, വലുതാകുമ്പോ വലിയ സൈക്കിള്. ആ ഓക്കെ ഓക്കെ 8 വയസ്സിന്റെ സൈക്കിൾ. ഓക്കെ മൈ ഡിയർ. ഓക്കെ ചക്കര. അദീന സുനിൽകുമാർ, അദീന കുട്ടി ആദ്യത്തിന്റെ സിസ്റ്റർ അല്ലേ മോളെ? യെസ് ഓക്കെ. ആ പറഞ്ഞു മുത്തേ, മോളെന്ത് ചെയ്തു? ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, ആന്റീന്റെ വീട്ടിൽ പോയി. ആന്റിയുടെ വീട്ടിൽ പോയി. ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഹാദിയ റഷീദ്. കളിച്ചു. പിന്നെ ആരുടെ കൂടെ കളിച്ചു? ഹാദിയായിക്കാണെങ്കിൽ വീടിന് ചുറ്റും ഫ്രണ്ട്സ് ആണ് അല്ലേ? ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, കസിൻസ് ഒക്കെ ഒരുപാടുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ കളിക്കാൻ. ഈ ബിയോണ കുട്ടി കണ്ടോ നമ്മളെല്ലാം കാണിച്ചോണ്ട് ചായ കുടിക്കുന്നേ? കള്ളിക്കുട്ടി ഞങ്ങൾക്കും ചായ തരണം കേട്ടോ. ഓക്കെ ഹാദിയ. ഇനി നെക്സ്റ്റ് നിവേദ്യ വിനോദ്. നിവേദ്യ കുട്ടി. നിവേദ്യ. ആ ഓക്കെ പറഞ്ഞു മുത്തേ. കളിച്ചു. അമ്മേന്റെ വീട്ടിൽ പോയി. അമ്മയുടെ വീട്ടിൽ പോയി. മോളുടെ അമ്മയുടെ വീട് എവിടെയാ? നെടുഞ്ചാൽ. ആ ഓക്കെ ഓക്കെ എനിക്കറിയാം. പറഞ്ഞു. പിന്നെ വേറെന്തൊക്കെ ചെയ്തു? ടി വി കണ്ടു. ഓക്കെ ഗുഡ് ഗുഡ്. നെക്സ്റ്റ് അമാൻ മാധവ്. അമാൻ കുട്ടാ, അമാൻ മാധവ്. മോനെ വെക്കേഷനിൽ എന്ത് ചെയ്തു? കളിച്ചു. എന്താ മുത്തേ? അതെന്തോ ലാസ്റ്റ് എന്തോ ക്ലിയർ ആയില്ലല്ലോ അവിടെ പറഞ്ഞത്. അതെയോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് റസീൻ യൂസുഫ് MTP. റസീൻ യൂസുഫ് MTP. റസീൻ കുട്ടൻ ഗൾഫിലാണുള്ളത് അല്ലേ മുത്തേ? യെസ് ഓക്കെ. പറഞ്ഞോ മോനെ. ഓൻ പോയിട്ട് എത്ര നാളായി ഗൾഫിലേക്ക്? ഉപ്പയുടെ അടുത്ത് പോയതല്ലേ? എത്ര നാളായി മുത്തേ പോയിട്ട്? സൈക്കിൾ ഓടിച്ചു. ആ കുറെ നാളായി പോയിട്ട് ഗൾഫിന്. ആ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഐഫൂന് കുട്ടി. ഐഫൂന മുത്തേ. ആ കളിച്ചു. ഇന്നലെ കുഞ്ഞുവാവേനെ ഞാൻ കണ്ടായിരുന്നു. ഒന്നുകൂടി കാണിച്ചേ കുഞ്ഞുവാവേനെ. ഹായ് മുത്തു. ഹായ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അൻവിത. അൻവിത കുട്ടി. കളിച്ചു. പിന്നെ എല്ലാരും കളിക്കുക മാത്രമേ ചെയ്തുള്ളൂ അല്ലേ? ആ ടി വി കണ്ടു. ആ കൊറേ പേർക്ക് സൈക്കിളൊക്കെ വാങ്ങിച്ചല്ലോ അപ്പം. നെക്സ്റ്റ് ഓക്കെ ഓക്കെ. നെക്സ്റ്റ് മുക്താസിം. മുക്താസിം പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. പറമുത്തേ പറഞ്ഞോ. മുഹമ്മദ് മുക്താസിം. ആ ആ കളിച്ചു. ടി വി കണ്ടു. ആഹാ ഇതാരും നമ്മുടെ അശ്വിനിക്കുട്ടി. അശ്വിനിക്കുട്ടി. അശ്വിനി ഇങ്ങ് എത്തിയോ? ഇല്ലല്ലോ. പത്തനംതിട്ടയിലല്ലേ ഉള്ളേ? ആ എങ്ങനെയാ സുഖമായിരിക്കുന്നു അവിടെ? യെസ് മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. മടിക്കാണിക്കില്ലേ? മിടുക്കി. അപ്പൊ മിസ് ഇന്ന് അധികം പഠിപ്പിക്കുന്നൊന്നുമില്ല, എല്ലാവരും ഒന്ന് പരിചയപ്പെടുന്നു.
നമുക്ക് അടുത്ത ദിവസമല്ല, മൺഡേ ആൻഡ് തേഴ്സ്ഡേ ആണ് നമുക്ക് ക്ലാസ് ഉള്ളത് ഇംഗ്ലീഷിന്റെ. അപ്പം എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറണം കേട്ടോ മക്കളെല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് ഫാത്തിമത്ത് ജുമാന. ജുമാന കുട്ടി ഒന്ന് മോളെ കാണട്ടെ മിസ്, കണ്ടിട്ടേ ഇല്ല, പുതിയ കുഞ്ഞുങ്ങളല്ലേ. ജുമാന കുട്ടി എവിടെ മോളുടെ വീട്? തട്ടുമ്പന്നല്ല മുത്തേ? വെക്കേഷനിൽ എന്ത് ചെയ്തു മുത്ത്? ജുമാന ഓളെ ജുമാന പോയോ? ഓക്കെ, സാവിയോ ജോ മാത്യു, സാവിയോ കൂട്ടാ. സാവിയോടെ വീഡിയോ ഓഫ് ആയല്ലോ മോനെ. ഒന്ന് നെറ്റ് പ്രോബ്ലം ഉണ്ടോ മുത്തേ? പറഞ്ഞോ മോനെ. സാവിയ കൂട്ടാ എന്തോ? സാവിയ കൂട്ടാ പ്ലീസ്. യെസ്, അതാരാ മിസ്സിനെ വിളിക്കുന്ന ആളാരാണ്? പേര് പറഞ്ഞേ. ആരും പറയുന്നില്ലേ? സാവിയോ ജോ മാത്യു പ്ലീസ് അൺമ്യൂട്ട്. സാവിയ എണീറ്റ് വന്ന രംഗമാണെന്ന്. ഫാത്തിമത്ത് ജുമാന. ഓക്കെ, ജുമാന പറഞ്ഞോ മുത്തേ. ജുമാനെ മിസ് കാണുന്നില്ല, വീഡിയോ ഓഫ് ആക്കി വെച്ചേക്കുവാണോ? മോള് വെക്കേഷനിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ കേക്കട്ടെ. വീടുണ്ട്. ഓക്കെ, ജുമാനയുടെ വീഡിയോ കാണുന്നില്ല മുത്തേ, അതാണ് കേട്ടോ. ഓക്കെ ഓക്കെ, മോള് വെക്കേഷനിൽ എന്താ ചെയ്തെന്ന് പറഞ്ഞേ. കളിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സാവിയ കുട്ടാ വീഡിയോ ഓഫ് ആക്കിയേക്കാണല്ലോടാ മുത്തേ. സാവിയ കേൾക്കുന്നുണ്ടോ മോനെ? ഓക്കെ 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 ഫാത്തിമ. നെക്സ്റ്റ് ഫാത്തിമത്ത് ജുമാന. ഓക്കെ, നെക്സ്റ്റ് സാവിയോ. ക്യാൻ യു ഹിയർ മീ സാവിയോ? ഓക്കെ, പറഞ്ഞോ മുത്തേ. അൺമ്യൂട്ട് ചെയ്യും മോനെ. എവിടെയും പോയില്ല, വീട്ടിൽ തന്നെ ഇരുന്നു. 2 മാസം വെക്കേഷൻ ഉണ്ടായിട്ട് എവിടെയും പോയില്ല മുത്തേ. അനീറ്റിനോട് കളിച്ചു അല്ലേ? സാവിയൊക്കെ നെറ്റ് പ്രോബ്ലം ആണോ പറയാത്തതാണോ മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നിയാദാസ്. നിയക്കുട്ടി. അയ്യോ, നിയക്കുട്ടിയുടെ മുടിയൊക്കെ നീണ്ട് ചേച്ചി ആയല്ല, സുന്ദരിക്കുട്ടി ആയി കേട്ടോ. പറഞ്ഞോ മോളെ നിയക്കുട്ടി. പിന്നെ ഓഹോ, കുഞ്ഞാവയുടെ ഒപ്പം കളിച്ചു നടന്നു അല്ലേ? ശരി, മിടുക്കി. നെക്സ്റ്റ് അനാമിക പി രാജ്. മുത്തേ അൺമ്യൂട്ട് ചെയ്യണേ. പറഞ്ഞു മോളെ. മോളെന്ത് ചെയ്തു വെക്കേഷനില്? കളിച്ചു, സൈക്കിൾ ഓടിച്ചു. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആരാ ബാക്കിയുള്ളത്? അയാൻ വിജേഷ്. ഓക്കെ, പറഞ്ഞോ മോനെ. സക്കരന്ന് അൺമ്യൂട്ട് ചെയ്തേ. എല്ലാവരും സൈക്കിൾ മേടിച്ചല്ലോ, മിടുക്കറാണല്ലോ എല്ലാരും. സൈക്കിൾ ഓടിക്കുന്നെല്ലാം പഠിച്ചോ ക്ലിയർ ആയിട്ട്? അപ്പൊ ഇനി ഇപ്പൊ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുറെ പേര് സ്കൂൾ ബസ്സിന് ഉണ്ടാവില്ല അല്ലെ? സൈക്കിളിന്റെ സ്കൂളിലോട്ട് വരുമ്പല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ആരാ ബാക്കിയുള്ളത്? ഒരു മിനിറ്റ് മിസ്. എന്തോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഷഹബറ പറഞ്ഞായിരുന്നോ മോളെ? പറഞ്ഞു. ആയിഷ് പറഞ്ഞു, ദീക്ഷിത് പറഞ്ഞു, ജിയ പറഞ്ഞു, വിയോണ കഴിഞ്ഞു. ഇനി ആരാ? ഒരു മിനിറ്റ് നോക്കട്ടെ, ഇനി ആരാ ബാക്കിയുള്ളേ?
ഇനി ആരെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പേര് പറഞ്ഞേ. മിസ്സിന് ആരെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് മക്കളെ പറഞ്ഞേ. ആബിസ് പറഞ്ഞായിരുന്നോ? പറഞ്ഞതല്ലേ? ഓക്കെ, എല്ലാരും കഴിഞ്ഞും തോന്നുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഓക്കെ ഓക്കെ, ശരി. അപ്പം മിസ് എന്താ ചെയ്തെന്ന് പറയട്ടെ. മിസ്സിന് ആകെ 2 ആഴ്ചയാണ് ലീവ് കിട്ടിയത്. നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് 2 മാസം ലീവ് കിട്ടിയപ്പോൾ മിസ്സിന് ആകെ 2 ആഴ്ച ലീവ് കിട്ടിയത്. സോ നമ്മുടെ 3rd സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികളുടെ എക്സാം ഒക്കെ ലേറ്റ് ആയിട്ടാണ് നടത്തിയത്. പിന്നെ അവരുടെ പേപ്പർ കറക്ഷന്, പിന്നെ അവരുടെ റിസൾട്ട് എല്ലാം റെഡിയാക്കി വന്ന് പിന്നെ ആകെ 2 ആഴ്ച ലീവ് കിട്ടി. ആ 2 ആഴ്ചപ്പോ ലോക്ക്ഡൌൺ ആയില്ലായിരുന്നോ? വീട്ടിലിരുന്ന് ചോറും കറിയും വെച്ചു. അത്രയാണ് മിസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഏത് വിഷയം പഠിക്കുന്നത് അറിയാവോ? മിസ് ഏത് വിഷയം പഠിപ്പിക്കുന്നതെന്ന് അറിയാവോ? ഇംഗ്ലീഷ്. കഴിഞ്ഞ വർഷം ഏതായിരുന്നു? കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടർ. ഓക്കെ ഓക്കെ, this year we will study English. Did you get your textbook? Did everybody get your textbook? Those who got a textbook, please show me your thumb. Textbook കിട്ടിയവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്. ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ ഒരു കർസീവ് റൈറ്റിംഗ് കൂടെ കിട്ടിയിട്ടുണ്ടോ ഇംഗ്ലീഷിന്? യെസ്. സോ യെസ്, മിസ് അടുത്ത ആഴ്ച പറയും ഏത് ദിവസമാണ് കർസീവ് റൈറ്റിംഗ് എഴുതി മിസ്സിന് അയച്ചു തരേണ്ടതെന്ന്. ഈ വീക്കിലല്ല. ഈ വീക്ക് നിങ്ങൾക്ക് ഹോംവർക്ക് ഒന്നും തരുന്നില്ല മിസ്. സ്കൂള് തുറന്നതല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഡേ അല്ലേ നമ്മുടെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് പീരീഡ് അല്ലേ ഇന്ന്. അതുകൊണ്ട് മിസ് ഇന്ന് ഹോംവർക്ക് ഒന്നും തരുന്നില്ല. നീ ആ കുട്ടി കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് കർസീവ് റൈറ്റിംഗ് വീക്കിലി 1 day you have to write and submit. 1 day ആണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പറയാം എത്ര ദിവസം അത് സബ്മിറ്റ് ചെയ്യണമെന്ന്. അത് ഏത് ദിവസമാണോ മിസ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ആ ദിവസം എല്ലാവരും വൈകുന്നേരം ആകുമ്പത്തേനും എഴുതിയിട്ട് നീറ്റായിട്ട് എഴുതണം. ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് എഴുതുന്നവർക്ക് മിസ് സമ്മാനം തരും. പറഞ്ഞോ. എന്തോ? ആരാണ്? ഓക്കെ, മുത്ത് വന്നിട്ട് എഴുതിയാ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, മോന് ഇവിടെ വന്നിട്ട് എഴുതിയാ മതി. ബാക്കിയുള്ളവര്, ഇവിടെ ഉള്ളവരെല്ലാവരും എഴുതുക. പുസ്തകം കിട്ടിയവര് എഴുതുക. എല്ലാ ദിവസവും ടീച്ചർ പറയുന്ന ദിവസം ടീച്ചർ നമ്മുടെ 2nd സ്റ്റാൻഡേർഡിന്റെ ക്ലാസിന്റെ ഗ്രൂപ്പില് വാട്സപ്പിൽ ഇട്ട് തരാം. ഏത് ദിവസം എഴുതി മിസ്സിനെ അയച്ചു തരണം എന്നുള്ളത്. നീറ്റായിട്ട് എഴുതുന്നവർക്ക് മിസ് മാർക്കും തരും കേട്ടാ. മാർക്കും തരും. പിന്നെ ലാസ്റ്റ് സമ്മാനവും ഉണ്ട്. എല്ലാ ദിവസവും A+ വാങ്ങുന്ന മക്കൾക്ക് മിസ് സമ്മാനം തരും. കേട്ടല്ലോ എല്ലാവരും? കേട്ടോ? അതുകൊണ്ട് യു ഷുഡ് റൈറ്റ് വെരി 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 നീറ്റ്ലി. ഓക്കെ, ദോസ് ഹു ഗെറ്റ്. യെസ് മൈ ഡിയർ. യെസ്, കം ഓൺ, ടെൽ മീ. പുസ്തകത്തിന്റെ PDF മാഷ് അയച്ചു പറഞ്ഞു. PDF അയച്ചു തരും സാറ്. വൈകുന്നേരം അയച്ചു തരാന്ന് പറഞ്ഞില്ലേ? അത് മിസ് ക്ലാസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. മിസ് ബുക്കെല്ലാം നോക്കിയിട്ട് ഏതൊക്കെ ദിവസം നിങ്ങൾക്ക് ഹോംവർക്ക് കുറവുണ്ട് ആ ദിവസം മിസ് തരാം കേട്ടോ. ഒരുപാട് ഹോംവർക്ക് ഉള്ളപ്പോ നിങ്ങൾ കുഞ്ഞുമക്കളല്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ലേ? അതുകൊണ്ട് മിസ് നോക്കിയിട്ട് ഏത് ദിവസമാണ് എഴുതി മിസ്സിന് അയച്ചു തരേണ്ടതെന്ന് പറയാം. ഏറ്റവും നീറ്റായിട്ട് എഴുതുന്ന കുട്ടിക്ക് മിസ് സമ്മാനം തരും ലാസ്റ്റ്. ഇന്നലെ മീറ്റിംഗിൽ കയറിയ കുട്ടികൾ കേട്ടില്ലേ? എവറി മന്ത് യു വിൽ ഗെറ്റ് എ സ്പെഷ്യൽ അവാർഡ് ഫ്രം ദ സബ്ജക്ട് ടീച്ചർ. നിങ്ങൾക്ക് ഓരോ മാസവും ഓരോ വിഷയത്തിലും, എല്ലാ വിഷയത്തിലും, ഓരോ വിഷയം എന്ന് പറഞ്ഞാൽ ഓരോ ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് ഒരു സമ്മാനം തരും. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്
ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഹോംവർക്ക് കൃത്യമായിട്ട് നീറ്റായിട്ട് എഴുതി അയക്കുന്നത്. ഇന്ന് പറഞ്ഞിട്ട് ഒരു ആഴ്ച കഴിയുമ്പോൾ അയക്കുന്നതല്ല, ഇന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ അയക്കണം. അങ്ങനെ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടിക്ക് എല്ലാ മാസവും സമ്മാനം തരും. ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും ഹിന്ദിക്കും സയൻസിനും എല്ലാ വിഷയത്തിനും കിട്ടും കേട്ടോ. സോ നിങ്ങൾ സമ്മാനം മേടിക്കണം, എല്ലാവരും മേടിക്കണം. എല്ലാവരും ബെസ്റ്റ് ആണെന്നൊരു എല്ലാവർക്കും തരും. ഇപ്പൊ ടീച്ചറിന്റെ സാലറി മൊത്തം നിങ്ങൾക്ക് സമ്മാനം മേടിച്ചു തരേണ്ടി വരും. എന്തോ ആരാ മുത്തേ പറയുന്നേ? ആ ഹിന്ദിയുടെ പുസ്തകം വന്നില്ലാന്ന് തോന്നുന്നു സാർ. എന്നാ ഹിന്ദിയുടെ പുസ്തകം ഓക്കെ ഓക്കെ. ആർക്കും കിട്ടിയില്ലേ? ആ എങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വന്നു കഴിയുമ്പോ നിങ്ങക്ക് തരും കേട്ടോ മക്കളെ. ആ ഓക്കെ ഓക്കെ. പുതിയ പുസ്തകം വന്നു. ഓക്കെ, പുസ്തകം വന്നു കഴിയുമ്പോ നിങ്ങളെ അറിയിക്കും, നിങ്ങൾക്ക് എത്തിച്ചു തരും കേട്ടോ. ഓക്കെ ശരി. യെസ് ആരാ പറയുന്നേ? ഇഷിക കുട്ടി, മുത്ത് ഇപ്പോഴല്ലേ വന്നത്. മുത്തിന് എന്താ നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നോ? ആ ഓക്കെ മോളെ, ഇന്ന് മിസ് പഠിപ്പിച്ചൊന്നുമില്ല. മിസ് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുമായിരുന്നു, എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഇവരൊക്കെ പറഞ്ഞു ഇവര് വെക്കേഷനിൽ 2 മാസം എന്ത് ചെയ്യുമായിരുന്നു എന്ന്. ചിലവര് സൈക്കിള് വാങ്ങിച്ചു ഓടിച്ചു കളിച്ചു, ചിലവര് മൊബൈലിൽ കളിച്ചു, ചിലര് അമ്മ വീട്ടിൽ പോയി, അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഓരോന്നും ചെയ്തു. ഇഷിക കുട്ടി എന്ത് ചെയ്തേ? വീട്ടിൽ തന്നെ ഇരുന്നു, അമ്മയുടെ ഒപ്പരം കളിച്ചു അല്ലേ? ഓക്കെ ഗുഡ് ഗുഡ്. ഓക്കെ, ഇനി മിസ് 1-2 കാര്യങ്ങൾ പറയാം. മിസ് പറഞ്ഞു നമ്മള് ഇംഗ്ലീഷിലെ കർസീവ് റൈറ്റിംഗ് എന്ന് അയച്ചു തരേണ്ടതെന്ന് മിസ് പറയും. അതിനെക്കുറിച്ച് മിസ് വാട്സപ്പിൽ അയച്ചു തരാം. ഏത് ദിവസമാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നല്ല വൃത്തിക്ക് എഴുതി അയക്കണം. മിസ്സിന് വായിക്കാൻ പറ്റുന്ന പരുവത്തിൽ എഴുതി അയക്കണേ കേട്ടോ. പെൻസിൽ ഉപയോഗിച്ച് മാത്രം എഴുതിയാൽ മതി. ഒരിക്കലും ബുക്കിനകത്ത് നിങ്ങള് പെൻ ഉപയോഗിച്ച് എഴുതരുത് കേട്ടോ മക്കളെ. എല്ലാവർക്കും പെൻസിലൊക്കെ ഇല്ലേ? ഓക്കെ യെസ് ഓക്കെ. ഇനി നെക്സ്റ്റ് മൺഡേ നമുക്ക് ഇംഗ്ലീഷിന് ക്ലാസ് ഉണ്ട്. വെൻ യു കം ടു ദ ക്ലാസ് യു ഷുഡ് ബ്രിങ് യുവർ ടെക്സ്റ്റ് ബുക്ക് പ്ലസ് യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് പ്ലസ് യുവർ പെൻസിൽ എറൈസർ ആൻഡ് ഓൾ. മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അയ്യോ മിസ്സേ ഞാൻ മറന്നുപോയി, പെൻസിലും മമ്മി അവിടെ വെച്ചേക്കുവാ എന്നൊന്നും പറയല്ലേ. ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ടേബിളിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിന്റെ ടൈമിൽ തന്നെ കയറാൻ ശ്രമിക്കണേ. കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലാസ് ഒത്തിരി മിസ്സായി പോകില്ലേ? ഓക്കെ, ഇനി മക്കൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിസ് ഇന്നലെ ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ വാട്സപ്പിൽ ഇട്ടായിരുന്നു. ഹോംവർക്ക് ഇംഗ്ലീഷിന്റെ ഹോംവർക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ഗ്രൂപ്പിലേക്ക് ഇടണ്ട, പകരം മിസ്സിന്റെ നമ്പർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ മിസ്സിന്റെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി എന്ന്. എനിക്ക് എല്ലാ മക്കളുടെയും വാട്സപ്പിൽ കിട്ടുവാണെങ്കിൽ എല്ലാ ഹോംവർക്കും ക്ലിയർ ആയിട്ട് ആരൊക്കെ ചെയ്തു ആരൊക്കെ ചെയ്തില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സമ്മാനം തരണ്ടേ നിങ്ങക്ക്? ആ അപ്പം മിസ്സിന് സെപ്പറേറ്റ് ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് തന്നെ അയച്ചാൽ മതി കേട്ടോ. ആർക്കൊക്കെ സമ്മാനം വേണം? ഹൗ മെനി ഓഫ് യു വാണ്ട് പ്രൈസ് ഫ്രം മിസ്? ഓക്കെ 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 ഓക്കെ. അശ്വിനി ഡോണ്ട് വേണ്ടേ? ഓക്കെ ഓക്കെ. ഇനി ആർക്കാ വേണ്ടാത്ത? അനാമിക്ക് വേണ്ടാന്ന് തോന്നുന്നു അല്ലേ? ഐഫൂനാന്ന് കൈ പൊക്കിയിട്ടില്ലല്ലോ. അനാമിക്ക് ജോബിനുണ്ട്. ജോമൽ സമ്മാനം വേണ്ടേ? ആ വേണം. സൽമാന് വേണ്ട മുത്തേ? ആ പാത്തുന് വേണ്ടേ? പാത്തു okay. If you want to prize you should do the homework correctly and regularly. Okay. ആ ഓക്കെ ഓക്കെ. ആരൊക്കെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്യുന്നു, നീറ്റായിട്ട് ചെയ്യുന്നവർക്ക് സമ്മാനം തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. മിസ് പറഞ്ഞ പോലെ ഇനി ഒരു ഹോംവർക്ക് ഇന്ന് മിസ് തരികയാണ്. എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാല് മക്കൾ എല്ലാവരും ABCD ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്ക്, നിങ്ങൾക്ക് 4 ലൈൻഡ് ബുക്കാണോ കിട്ടിയേക്കുന്നത് ഇംഗ്ലീഷിന്? അതെയോ 2 ലൈൻഡ് ബുക്കാണോ? ആ ഓക്കെ.
ഓക്കെ, ആ 4 ലൈൻഡ് ബുക്കില് നീറ്റ് ആയിട്ട് എഴുതി മിസ്സിന്റെ വാട്സപ്പിലേക്ക് ഇട്ട് തരണം. കേട്ടല്ലോ? അത് ഇന്ന് തന്നെ അയച്ചു തരണം. അതാണ് ഇന്നത്തെ ഹോംവർക്ക്. ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ. ഓക്കെ ഓക്കെ. ലുഡു ചെയ്യില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ ബൈ ബൈ ബൈ. പോയി ചായയൊക്കെ കുടിച്ച് ദേവർഷി പാവം. ഓക്കെ, അപ്പൊ ഇനി ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ് ആവുക കേട്ടോ. മഴയാണ് വരുന്നത്, കൊറോണ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകണ്ട, വീട്ടിൽ തന്നെയുള്ള ഇരുന്നിട്ടുള്ള പരിപാടിയൊക്കെ മതി കേട്ടോ മക്കളെ. ഹരികുമാർ ടി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഞാൻ ആളെ കണ്ടില്ലല്ലോ, ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ ഹരികുമാർ? ഹരികുമാർ. ഹലോ ദേവർഷ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ് മുത്തേ. എന്ത് പറ്റി, നെറ്റ് കിട്ടിയില്ലായിരുന്നോ? അതേ ടൈം നോക്കിയില്ലയോ? എന്ത് പറ്റിയായിരുന്നു ചക്കരെ? കിട്ടിയില്ല, സാരമില്ല. മിസ് ഇന്നൊന്നും പഠിപ്പിച്ചില്ല, എല്ലാവരും ഒന്ന് പരിചയപ്പെടുമായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അല്ലേ ഇത്, ഇംഗ്ലീഷിലെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് മോളെ ടീച്ചറ് ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. ആകെ ഹോംവർക്ക് തന്നിരിക്കുന്നത് ABCD ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ ഇംഗ്ലീഷിലെ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് മിസ്സിന് വാട്സപ്പിൽ അയച്ചു തരാനേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വിഷമിക്കണ്ട. ഇനി അടുത്ത ക്ലാസ്സിൽ കയറ്. നെക്സ്റ്റ് ടൈം ഓൺവേഴ്സ് യു ഷുഡ് ജോയിൻ ദ ക്ലാസ് ഫ്രം ബിഗിനിങ്. ആദ്യം മുതൽ തന്നെ ക്ലാസ്സിൽ കയറാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ മുത്തേ. ഹരികുമാർ ടി ജി, ക്യാൻ യു ഹിയർ മീ? ഹരികുമാർ എന്ന് പറഞ്ഞ കയറിയ ആൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വീഡിയോ ഇല്ല, ഓഡിയോ ഇല്ല, അതുകൊണ്ട് ചോദിച്ചാണ്. സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പ്ലീസ് ഇഫ് യു ആർ ഹിയറിംഗ് പ്ലീസ് അൺമ്യൂട്ട്. ഓഡിയോ എങ്കിലും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഹരികുമാർ? ഓക്കെ, ഹരികുമാറിന് കേൾക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഓക്കെ, then bye bye. Bye bye. All of you say bye. Okay. Love you. Bye bye. Love you. Bye. Bye.